സർക്കാരുമായി ഇടഞ്ഞ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ കോൺഗ്രസിൽ ചേരും. പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗയാത്ര തലസ്ഥാനത്തെത്തുമ്പോൾ അംഗത്വം സ്വീകരിക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാറിനെ താരപ്രചാരകനാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് മലയാളം ദി ബിഗ് ഗസ്റ്റ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ അംഗം തന്നെയാണ് ആയിരുന്നു. പക്ഷേ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കൊന്നും നമ്മളങ്ങനെ രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. കോളേജ് കാലത്ത് എന്റെ KSU പ്രവർത്തനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചലച്ചിത്ര അക്കാദമി ആക്ടിംഗ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സംസാരിച്ചപ്പോഴെല്ലാം കോൺഗ്രസ് പാരമ്പര്യം പ്രേംകുമാർ പരാമർശിച്ചിരുന്നു. പാർട്ടിക്കൊപ്പം ചേരുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ വ്യക്തത വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കൈപിടിക്കാൻ തന്നെയാണ് പ്രേംകുമാറിന്റെ തീരുമാനം. അനീതിയും അപമാനവും നേരിട്ട് സർക്കാരിനൊപ്പം നിൽക്കേണ്ടതില്ലെന്നാണ് വിശദീകരണം. മാർച്ച് 4-ന് പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ യാത്രയിൽ പങ്കെടുത്ത് അംഗത്വം സ്വീകരിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ പ്രചാരണം നടത്താൻ നടനെ താരപ്രചാരകനാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രേംകുമാറിന്റെ കോൺഗ്രസ് പ്രവേശനം തള്ളാതെയായിരുന്നു പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ്. സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിൽ ചേരുന്നതിനെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ് പറഞ്ഞത്. അൺസെറിമോണിയസ് ആയിട്ട് അദ്ദേഹത്തെ മാറ്റി എന്നുള്ള കാര്യം, അതിലുള്ള വിഷമമാണ് പറഞ്ഞത്. അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യം. നോക്കാം. അതേസമയം പ്രേംകുമാറിനെ കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കില്ല. മത്സരിപ്പിക്കാൻ ധാരണയായാൽ സാമുദായിക സമവാക്യം കണക്കിലെടുത്ത് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സീറ്റ് നൽകാനാണ് സാധ്യത. മത്സരിച്ചില്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ അർഹിക്കുന്ന പരിഗണന നൽകും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാനാണ് സാധ്യത. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.